ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബെറ്റാനെ ബ്രീഡ് ചെയ്യാനിട്ടപ്പോൾ ഉണ്ടായ കുറച്ച് മിസ്റ്റേക്കുകളും കുറച്ച് ഇംപേഷ്യൻറ്റും ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. സോ ആദ്യം തന്നെ നമ്മൾ ബ്രീഡിങ്ങിന് ഇട്ടത് നമ്മുടെ ബ്ലാക്ക് സാമുറായിനെയും ഈ റെഡ് ഫീമെയിലിനെ ആയിരുന്നു. നമ്മൾ എല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെ തന്നെ വാട്ടറൊക്കെ സെറ്റ് ആക്കിയിട്ട് ആണ് അതിനെ അതിലേക്ക് വിട്ടത്. ദെൻ 1 ഡേ കഴിഞ്ഞാണ് നമ്മൾ അവരെ ഒരുമിച്ചിട്ട് കഴിഞ്ഞ് നമ്മൾ നോക്കിയപ്പം ലൈക്ക് അവരുടെ ബബിൾ നെസ്റ്റ് ഒക്കെ ഇഷ്ടം പോലെ നല്ലപോലെ സാമുറായി പണിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് നമ്മുടെ റെഡ് ഫീമെയിൽ ആണെങ്കിൽ സാമുറായി ചെല്ലുമ്പം റിവേഴ്സ് ഗിയർ ഇട്ട മാതിരി ഓടുമായിരുന്നു. സോ നമ്മൾ 2 ദിവസം വെയിറ്റ് ചെയ്തു. എന്നിട്ടും പ്രത്യേകിച്ച് എക്കൊന്നും ലേ ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ എടുത്ത് മാറ്റിയായിരുന്നു. ബട്ട് ഇത്രയും ബബിൾ നെസ്റ്റ് സാമുറായി ഉണ്ടാക്കി വെച്ചേക്കുന്നത് കണ്ടത് കാരണം നമുക്കങ്ങനെ വെറുതെ വെട്ടാൻ തോന്നിയില്ല. സോ നമ്മൾ നെക്സ്റ്റ് ഡേ നമ്മുടെ സാധാരണ 2 പ്രാവശ്യം ഓൾറെഡി ബ്രീഡ് ചെയ്ത ഫീമെയിലിനെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ഇംപേഷ്യൻസ് കാണിച്ചത് കാരണം തന്നെ നമ്മൾ ഡയറക്റ്റ് ഒരു 2 to 3 hours കഴിഞ്ഞപ്പോഴേക്ക് 2 പേരെ ഒരുമിച്ച് വിട്ടേക്കായിരുന്നു. ഒരുമിച്ച് വിട്ടിട്ട് അവർ എന്ത് ചെയ്യാൻ നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ വീഡിയോ എടുത്തപ്പോഴാണ് കണ്ടത്. നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് തന്നെ നമ്മുടെ ഫീമെയിൽ നമ്മുടെ സാമുറായിയുടെ വാലും കടിച്ചുകൊണ്ട് ഓടുന്നതാണ് കണ്ടത്. അത് കണ്ടപ്പോൾ നമ്മൾ പേടിച്ചിട്ട് നമ്മൾ 2 പേരെ മാറ്റിയിടായിരുന്നു. ഇതൊന്നും പോരാഞ്ഞ് നമ്മൾ 2 ദിവസം കഴിഞ്ഞപ്പം പിന്നെയും നമ്മൾ സാമുറായിനെ ബ്രീഡിങ്ങിനെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം നമ്മൾ ഫീമെയിലിനെ സെലക്ട് ചെയ്തേക്കുന്നത് നമ്മുടെ നിയോൺ കളറിലെ ഫീമെയിലിനെയാണ്. ഇത് യെല്ലോയിഷ് ആണോ ഗ്രീനിഷ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തന്നെ അറിഞ്ഞൂടാ. ഒരു ഇത്തിരി മഞ്ഞപ്പൊടി വാരി ഇട്ട മാതിരി അവിടെ ഇവിടെയും കുറച്ച് കളറുണ്ട്. അതല്ലാതെ അങ്ങനെ പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു നിയോൺ കളറാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ നമ്മൾ അതിനെ ഏതായാലും നമ്മൾ ബ്രീഡിങ്ങിന് ഇട്ടു. കൂടെ തന്നെ ഈ പ്രാവശ്യം നമ്മൾ 2 ടബ് വേറെയും എടുത്തിട്ടുണ്ട്. 2 പേരിനെ വേറെയും കൂടെ നമ്മൾ ബ്രീഡ് ചെയ്യിക്കാമെന്ന് വിചാരിച്ചു സെയിം ടൈമിൽ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യമായിട്ടുള്ള വാട്ടറിൻ്റെ സെറ്റപ്പും പിന്നെ നമ്മൾ ആൽമണ്ട് ലീഫും സോൾട്ടും അതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ അതിനുശേഷം ലാസ്റ്റിൽ നമ്മൾ നമ്മുടെ ബബിൾ നെസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക്കും സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ആകാൻ വേണ്ടിയിട്ട് 2 ടബിലും നമ്മുടെ ഫിഷിൻ്റെ കണ്ടെയ്നർ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ടെമ്പറേച്ചർ ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ മെയിലിനെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ടബിലേക്ക്. ദെൻ ഫീമെയിലിനെ നമ്മൾ നെക്സ്റ്റ് ഡേ ആണല്ലോ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ നമ്മുടെ ഫീമെയിൽസിനെ എല്ലാത്തിനെയും വാട്ടറിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിൻ്റെ നെക്സ്റ്റ് ഡേ വന്ന് നമ്മൾ നോക്കിയപ്പം ബബിൾ നെസ്റ്റ് ഏകദേശം എല്ലാവരും കെട്ടിയിട്ടുണ്ടായിരുന്നു. ബട്ട് നമ്മുടെ റെഡ് പെയർ മാത്രം ഒരിത്തിരി പോലും ബബിൾ നെസ്റ്റ് കെട്ടിയിട്ടുണ്ടായിരുന്നില്ല. ചില ബെറ്റാസ് എഗ് ലേ ചെയ്തതിന് ശേഷമാണ് ബബിൾ നെസ്റ്റ് കെട്ടുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അത് അന്ന് കവർ ചെയ്ത് വെച്ചു. ദെൻ നെക്സ്റ്റ് ഡേ വന്ന് നോക്കിയപ്പം ആരും തന്നെ എഗ് ലേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബട്ട് നമ്മുടെ റെഡ് പെയറിൻ്റെ അവിടെ ചെറുതായിട്ട് അവർ ബബിൾ നെസ്റ്റ് ഒന്ന് കെട്ടിയിട്ടുണ്ടായിരുന്നു. 4th ഡേ ആയിട്ടും ആരും തന്നെ എഗ് ലേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെല്ലാം സെപ്പറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. നമ്മൾ നിയോനെ എടുത്ത് മാറ്റിയിട്ട് നമ്മൾ മറ്റെന്തോ ചെയ്തതിന് ശേഷമാണ് വന്ന് പിന്നെ എടുത്തത്. അപ്പോൾ ഒരു 1-2 hour ആയി കാണും. അന്നേരം നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നമ്മൾ നിയോനെ ഇട്ട് വെച്ചിരുന്ന കണ്ടെയ്നറിൽ നമ്മൾ താഴെ എഗ്സ് കണ്ട്. സോ ആക്ച്വലി അത് എഗ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളായിരുന്നു. സോ നമ്മൾ പെട്ടെന്ന് തന്നെ അതിനെടുത്ത് പിന്നെയും നമ്മുടെ ആ ടബിലേക്ക് മാറ്റായിരുന്നു. ബട്ട് നമ്മൾ അതിനെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്ത കാരണമായിരിക്കാം എഗ് ഒന്നും അതുകൊണ്ട് മുകളിൽ വെച്ചിട്ടുമില്ലായിരുന്നു. ആൻഡ് പിന്നീടൊട്ട് എഗ് അത് ലേ ചെയ്തിട്ടുമില്ലായിരുന്നു. സോ അതുകൊണ്ട് അതൊരു ഫ്ലോപ്പ് ആയി പോകുമായിരുന്നു കംപ്ലീറ്റ്ലി. ദെൻ നമ്മൾ നോക്കിയപ്പം ആകെ നമ്മൾ എഗ്ഗ് കണ്ടത് നമ്മുടെ റെഡ് പെയറിനകത്തായിരുന്നു. ആക്ച്വലി അവർ ബബിൾ നെസ്റ്റ് കെട്ടിയിട്ട് പോലും ഇല്ലായിരുന്നു. ബട്ട് നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് ചെന്ന് നോക്കിയപ്പം ആകെ ബബിൾ നെസ്റ്റും അതിൽ എഗ്ഗും കണ്ടത് നമ്മൾ റെഡിൻ്റെ ആ ഒരു ടബിലായിരുന്നു, റെഡ് പെയറിൻ്റെ അടുത്തായിരുന്നു. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ മറ്റേതിൽ നോക്കിയപ്പോൾ ആക്ച്വലി ഫീമെയിൽ എഗ് ലേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബട്ട് മെയിൽ നമ്മുടെ ബബിൾ നെസ്റ്റ് കെട്ടിയിട്ടുണ്ടായിരുന്നു. മെയിലിനെ ഓൾറെഡി നമ്മൾ 2 പ്രാവശ്യം ബ്രീഡ് ചെയ്യിച്ചിട്ടുള്ളതാണ്. സോ അത് എഗ് ലേ ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മൾ അതിനകത്തേൽ ഫീമെയിലിനെ എടുത്ത് മാറ്റിയായിരുന്നു. ദെൻ നമ്മൾ നേരത്തെ 2 പ്രാവശ്യം ബ്രീഡ് ചെയ്യിച്ച ഫീമെയിലിനെ നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ഡേ വന്ന് നോക്കിയപ്പോഴേക്കും എഗ്സിൻ്റെ കൗണ്ട് ഒരുപാടില്ലായിരുന്നെങ്കിലും ആക്ച്വലി എഗ് ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ അതിനുശേഷം നമ്മൾ ആ ഫീമെയിലിനെ എടുത്ത് മാറ്റി. അപ്പോൾ ഇതിൽ നിന്ന് നമ്മുടെ 2 എണ്ണമാണ് സക്സസ്ഫുള്ളി ബ്രീഡ് ആയത്. നമ്മുടെ ഒന്ന് നമ്മൾ റെഗുലർലി 2 പ്രാവശ്യം ഓൾറെഡി ബ്രീഡ് ചെയ്യിച്ച ഒരു പെയറും പിന്നെ രണ്ടാമത്തേത് നമ്മുടെ റെഡ് പെയറിൻ്റെയുമാണ്. സോ നമ്മൾ ബ്രീഡിങ് ഇട്ടതിൻ്റെ 4th ഡേയിലാണ് ഇവർ ആക്ച്വലി എഗ് ലേ ചെയ്തത്. സോ കുറച്ച് പേഷ്യൻസ് ആയിട്ടിരിക്കേണ്ട ആവശ്യമുണ്ട്. ആക്ച്വലി നമ്മൾ കുറച്ച് പേഷ്യൻസ് കാണിച്ചിരുന്നെങ്കിൽ നമ്മുടെ സാമുറായിയുടെ എഗ്ഗും ആക്ച്വലി കിട്ടിപ്പോയേനെ. ബട്ട് നമ്മൾ ഇംപേഷ്യൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ എഗ്ഗ് വെറുതെ കളഞ്ഞു. ഈ ബെട്ട നമ്മുടെ നെക്സ്റ്റ് ഡേ തന്നെ എഗ് ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് നമ്മുടെ റെഡ് പെയറാണ് 4 ദിവസം എടുത്ത് എഗ് ലേ ചെയ്തത്. അറ്റ് ലാസ്റ്റ് നമ്മുടെ 8th ഡേയിൽ നോക്കിയപ്പം നമ്മുടെ റെഡിൻ്റെ പെയറിൻ്റെ കുഞ്ഞുങ്ങൾ ആക്ച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് നമുക്ക് കാണാം. ആൻഡ് ഇതാണെങ്കിൽ ഇച്ചിരി വൈറ്റ് കളറിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ ടോർച്ചൊക്കെ അടിച്ച് നോക്കിയിട്ടാണ് ഇതിനെ കണ്ടുപിടിച്ചത്. ആക്ച്വലി വെള്ളയായതുകൊണ്ട് തന്നെ അതിൻ്റെ കുഞ്ഞ് 2 കണ്ണുകൾ മാത്രമാണ് നമുക്ക് വിസിബിൾ ആയിട്ടുള്ളത്. വീഡിയോയിൽ വിസിബിൾ ആണോ അല്ലയോ എന്ന് എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. ബട്ട് നമ്മൾ ലൈറ്റ് അടിച്ച് നോക്കിയപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ദെൻ നമ്മുടെ നെക്സ്റ്റ് പെയറിൻ്റെ ആണെങ്കിലും നമ്മുടെ ബേബീസ് ഹാച്ചായി വന്നിട്ടുണ്ട്. അതിൻ്റെ ബോഡി പക്ഷേ ബ്ലാക്ക് കളർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്ര ബുദ്ധിമുട്ടില്ല അതിനെ കണ്ടുപിടിക്കാൻ. സോ നമ്മൾ ബ്രീഡിങ്ങിന് ഇട്ടിട്ട് ഇന്ന് 8th ഡേ ആകുകയാണ്. ബട്ട് എഗ് ലേ ചെയ്ത് കഴിഞ്ഞ് ഹാച്ച് ആകാൻ ഒരു മാക്സിമം 2 to 3 ഡേയ്സേ എടുത്തിട്ടുള്ളൂ. നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം ബേബീസ് എല്ലാം തന്നെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ ബ്രീഡിങ് ആക്ച്വലി സക്സസ് ആയിട്ടുണ്ട്. സോ ഇതിൻ്റെ ഗ്രോത്ത് അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് പിന്നീടുള്ള വീഡിയോസ് നമുക്ക് കാണാവുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അണ്ടിൽ ദെൻ ബൈ.